ഇനി റവന്യൂ വകുപ്പിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഇപ്പോൾ റവന്യൂ ടവർ, അതിഗംഭീരമായ ടവറുകൾ വരുന്നു, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ആക്കുന്നു, വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ, അങ്ങനെ എന്തൊക്കെയാണ് ഡിജിറ്റലൈസേഷൻ? വലിയ മാറ്റങ്ങളാണ് റവന്യൂ വകുപ്പിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് റവന്യൂ വകുപ്പിൻ്റെ മുദ്രാവാക്യം. ഇപ്പോഴാണെങ്കിൽ പട്ടയങ്ങളെല്ലാം ഈ പട്ടയങ്ങളാവുകയാണ്. നേരത്തെ പട്ടയം നഷ്ടപ്പെട്ടാൽ പിന്നെ പട്ടയത്തിൻ്റെ കോപ്പി, നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചില പ്രയാസങ്ങളുണ്ട്. ഇത് പട്ടയത്തിലുള്ളൊരു QR കോഡ് സ്കാൻ ചെയ്ത് വെച്ചാൽ ആ QR കോഡ് പ്രകാരമുള്ള ഈ പട്ടയവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ആ QR കോഡിലൂടെ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യേകത കൂടി പിന്നെ ഉണ്ട്. ഇതോടൊപ്പം തന്നെ എല്ലാ സംവിധാനങ്ങളും സ്മാർട്ടാവുകയാണ്. ഇപ്പോൾ വരുന്ന ദിവസം നമ്മുടെ ഡിജിറ്റൽ റവന്യൂ കാർഡ് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. നിങ്ങൾക്ക് ഭൂമിയും ഭൂമിയിലെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിരവധികളായിട്ടുള്ള വിവരങ്ങൾക്ക് പലതവണ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങാതെ ATM കാർഡ് പോലെ നമ്മുടെ കയ്യിലുള്ള ഒറ്റ കാർഡിൽ ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരു റവന്യൂ കാർഡിലേക്ക് തന്നെ കമ്പ്യൂട്ടറിലെ സംവിധാനങ്ങൾ മാറ്റം ഉണ്ടാകുന്നു. കേരളത്തിലിപ്പോൾ ഡിജിറ്റൽ റീസർവേ 10 ലക്ഷം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ഡിജിറ്റൽ റീസർവേ അത്യാധുനിക ഉപകരണങ്ങളോടെ കേരളത്തിൽ അളന്ന് തിട്ടപ്പെടുത്തുകയാണ്. ആ അളവിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് നമുക്ക് ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എടുക്കാനായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.